കൊച്ചിയിൽ മുങ്ങിയ MSC എൽസ 3 കപ്പലിന്റെ ഉടമകൾ ഹൈക്കോടതിയിൽ 5.97 കോടി രൂപ കെട്ടിവെച്ചു. കെട്ടിവെച്ച തുക സ്ഥിര നിക്ഷേപം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. കപ്പൽ അപകടത്തിൽ നഷ്ടം നേരിട്ട കശുവണ്ടി ഇറക്കുമതിക്കാർ നൽകിയ ഹർജിയിലാണ് ഈ നടപടി. വിവരങ്ങൾ നൽകാൻ മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, എന്താണ് ഈ തുക കെട്ടിവെക്കാൻ ഇടയായ കാരണം? നേരത്തെ കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പലിലെ കശുവണ്ടി കൃത്യമായി അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് സുരക്ഷിതമായി എത്തിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് കശുവണ്ടി ഇറക്കുമതിക്കാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ജസ്റ്റിസ് അബ്ദുൽ ഹക്കീം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ലൈബീരിയൻ പതാക പേറുന്ന MSC കമ്പനിയുടെ തന്നെ മാൻസ F എന്ന കപ്പൽ പിടിച്ചുവെക്കാനും പകരം ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 6 കോടി രൂപ നഷ്ടപരിഹാരം കെട്ടിവെക്കാനും നിർദ്ദേശിച്ചിരുന്നു. അത് കെട്ടിവെക്കാത്തിടത്തോളം കാലം തീരം വിടരുത് എന്ന കർശന നിർദ്ദേശവും നൽകിയിരുന്നു. അതേ തുടർന്നാണ് ഇന്നിപ്പോൾ കേസ് പരിഗണിച്ച ഒരു സാഹചര്യത്തിൽ ഈ 5.97 കോടി രൂപ ഈ കമ്പനി MSC കമ്പനി കെട്ടിവെച്ചിട്ടുണ്ട് എന്നൊരു കാര്യം ഹൈക്കോടതി അറിയിച്ചത്. സ്വാഭാവികമായും കേസ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുവരേക്ക് ഈ തുക ഫിക്സ്ഡ് ഡെപ്പോസിറ്റായി നിക്ഷേപിക്കാൻ ഹൈക്കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും കേസ് കുറെ കാലമധികം ഇതിന്റെ മറ്റു നിയമവശങ്ങളൊക്കെ പരിശോധിച്ച് നീണ്ടുപോകും. അതുവരേക്ക് FDI നിക്ഷേപിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ തുക കെട്ടിവെച്ച സാഹചര്യത്തിൽ ആ ലൈബീരിയൻ കപ്പൽ MSC മാൻസ F വിഴിഞ്ഞം തീരം വിടുകയും ചെയ്തിരുന്നു. കശുവണ്ടി ഇറക്കുമതിക്കാർ നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ MSC എൽസ 3 കമ്പനി കപ്പൽ 5.97 കോടി രൂപ കെട്ടിവെച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് മുസ്തഫ നൽകിയത്.